ആയുർലുക്കിന്റെ ഹെയർ ഓയിലാണ്. ഈ ആയുർലുക്കിന്റെ ഹെയർ ഓയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ മുന്നേ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ പ്രൊഡക്റ്റ് മാറ്റുന്നത്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കമ്പനിയിലാണ്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, ഞാൻ ഡോക്ടർ ഗൗരി. നമ്മളിന്ന് ആയുർലുക്ക് എന്ന് പറഞ്ഞ ഹെയർ ഓയിലിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മളിതിൽ ഫ്രഷ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ബ്രഹ്മിയാണ്. ബ്രഹ്മി നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബുദ്ധി, അതുപോലെ മനസ്സിന്റെ സമാധാനം എന്നിവയ്ക്കൊക്കെയും വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ഡ്രഗാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. ഇത് അലോവേറ പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനും അതുപോലെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് അലോവേറ എന്ന് പറയുന്നത്. നെല്ലിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡ്രഗാണ് നെല്ലിക്ക. നമ്മുടെ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഇത് രസായനവും ചക്ഷുഷ്യവുമായിട്ട് പറയുന്നതാണ്. അതായത് മുടിക്ക് ഒരു നറിഷ്മെന്റ് നൽകുന്നതിനോടൊപ്പം തന്നെ കണ്ണിന്റെ കാഴ്ചയും കണ്ണിന്റെ ആരോഗ്യത്തിനെയും ഇത് നന്നായി നോക്കുന്നുണ്ട്. ഇതിൽ കോപ്പറിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഹെയറിന് കളർ കൂട്ടുന്ന മെലാനിൻ പോലത്തെ പിഗ്മെന്റിന്റെ പ്രൊഡക്ഷനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് കറിവേപ്പില. നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് കറിവേപ്പില. നമ്മുടെ മുടിയുടെ റൂട്ട് മുതൽ ഷാഫ്റ്റ് വരെയുള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടി മുടിക്ക് കിട്ടുന്ന ആ ഒരു കറുപ്പ് നിറം നൽകാനും കറിവേപ്പില സഹായിക്കുന്നു. ഇത് ആര്യവേപ്പാണ്. നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ് പോലത്തെ കണ്ടീഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. ഇതിന് ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഇത് നീലമരി. മുടിക്ക് നിറം നൽകുന്ന ഏറ്റവും നല്ലൊരു ഡ്രഗാണ് നീലമരി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഹെയർ ഷൈനിങ് ആയിട്ട് വയ്ക്കാനും സോഫ്റ്റ് ആയിട്ട് വയ്ക്കാനും അതുപോലെ ഹെയർ ബ്രേക്കേജ് കുറയ്ക്കാനും നീലമരി സഹായിക്കുന്നു. ഇത് കിങ് ഓഫ് ഹെയർസ് എന്നറിയപ്പെടുന്ന ഭൃംഗരാജ്. ഭൃംഗരാജ് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്ന ഒരു ഡ്രഗാണ്. അതുപോലെ അകാലനര, പ്രിമച്വർ ഗ്രെയിൻ പോലുള്ള കാര്യങ്ങളും മുടി പൊട്ടിപ്പോകുന്നതും ഡാൻഡ്രഫിനും ഈ ഭൃംഗരാജ് വളരെ ഉപയോഗമായ ഒന്നാണ്. ഇത് മൈലാഞ്ചി. മുടിക്ക് നിറം നൽകാനായി ഉപയോഗിക്കുന്ന ഡ്രഗാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. മുടിയുടെ ബലം കൂട്ടി സ്വാഭാവികമായിട്ടുള്ള ഷൈൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി സഹായിക്കുന്നു. ഇത് രാമച്ചം. മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഡ്രഗാണ്. മുടിയുടെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്ത് മുടി കൊഴിച്ചിൽ കുറച്ച് മുടിയെ ആരോഗ്യപരമായി വളർത്താൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലുള്ള കണ്ടീഷൻസിനും വളരെ ഉപകാരമായ ഒന്നാണ് രാമച്ചം. ഇത് കച്ചോലം, എടംപിരി, വലംപിരി, ആവാരംപൂ, മരിക്കൊളുന്ത്. ഇത് വയമ്പ്, ദേവദാരു, കർപ്പൂരം, കാഗോലരി, പച്ചില. ഇത് ഭൃംഗരാജ്. ഇത് വെള്ള കുന്നിക്കുരു ആണ്. ഉലുവ, ചന്ദനം. ഇത് ത്രിഫലയാണ്. നെല്ലിക്ക, താന്നിക്ക, കടുക്ക. ഈ പറഞ്ഞ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെയും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതോടുകൂടി മുടിയുടെ ഓവറോൾ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അകാലനര പോലെയുള്ളതും അതുപോലെ താരൻ പോലത്തെ പ്രശ്നങ്ങൾക്കും ഒക്കെയും പരിഹാരം കണ്ടെത്തുന്നതാണ് ഈ ഡ്രഗ്സ്. ചന്ദനം പോലെയുള്ളവ ഉള്ളതിനാൽ നമ്മുടെ തലയ്ക്ക് ഒരു തണുപ്പേകാനും സഹായിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ഫ്രഷ് ഡ്രഗ്സ് വൃത്തിയായി കഴുകിയതിനു ശേഷം ഈ ജ്യൂസറിലിട്ട് സ്വരസം എടുക്കുകയും അതുപോലെ ഡ്രൈ ഡ്രഗ്സ് പൾവറൈസറിലിട്ട് പൊടിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിനി എണ്ണ കാച്ചാനാണ് പോകുന്നത്. എണ്ണ കാച്ചുന്നത് സോർട്ടനറിൽ വെച്ചിട്ടാണ്. ഈ സോർട്ടറിലേക്ക് ഹീറ്റ് വരുന്നത് സ്റ്റീം വഴിയാണ്. ഈ സ്റ്റീം വഴി വരുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ ഹീറ്റ് എത്തുകയും അതുകൊണ്ട് തന്നെ കരിക അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് അടിയിൽ പിടിക്കുക പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നതാണ്. ആയുർലുക്കിന്റെ എണ്ണ കാച്ചുന്നത് ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ കൊപ്രയിൽ നിന്നെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണ സോർട്ടനറിൽ ഒഴിക്കുകയും അതിലേക്ക് ഫ്രഷ് ഡ്രഗ്സിന്റെ സ്വരസം ഒഴിച്ച് കാച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസം കൽക്ക ആഡ് ചെയ്യുകയും എന്നിട്ട് നമ്മൾ ഒരു 2, 3, 4 ദിവസം നീണ്ടു നിൽക്കുന്ന പാകപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. 4ാമത്തെ ദിവസം മണൽ പരിവമായോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ എണ്ണ അരിച്ച് കുപ്പിയിലാക്കുകയാണ് ചെയ്യുന്നത്.
നമ്മളെ പ്രൊഡക്റ്റ് അങ്ങനെ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ നമ്മുടെ ലാബിൽ ഒട്ടിക്കലാണ്. നമ്മൾ കറക്റ്റ് എന്നാണോ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഡേറ്റ് വെച്ചിട്ട് ഇനി നമ്മൾ ബോട്ടിലിൽ നമ്മുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫൈനലായിട്ട് നമ്മളിതാ പ്രൊഡക്റ്റ് റാപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്ര രൂക്ഷമായ താരനാണെങ്കിലും മുടി കൊഴിച്ചിലാണെങ്കിലും മുടി വളരാനും മുടി തിക്നെസ് മുടി ലെങ്ത് അകാലം നിറ നിങ്ങളുടെ പ്രോബ്ലം എന്തോ ആവട്ടെ നിങ്ങളുടെ പരിഹാരമായിട്ട് ആയുർലുക്കിന്റെ ആയുർവേദിക് ഹെയർ ഓയിൽ ഉണ്ട്. കൂടുതൽ അറിയാനും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.